താറാസിന്റെ മെഷീൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? നമുക്ക് എല്ലാം നല്ല ഉപകാരമാണ്. അവരുടെ സർവീസ് ആണെങ്കിലും നമ്മളൊന്ന് വിളിച്ചാൽ 2 ദിവസത്തിനുള്ളിൽ എന്തായാലും അവിടെ വന്നിരിക്കും. നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറഞ്ഞതാ. എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിട്ടുള്ളത് കണ്ണൂരാണ്, മലപ്പട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നന്ദനം ഫുഡ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലേക്കാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇവരുടെ ബ്രാൻഡ് നെയിം വന്നിട്ട് പാറൂസ് എന്നാണ്. എൻ്റെ പേര് നിത്യ. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെയാണ് ഇത് തുടങ്ങിയത്. ഹസ്ബൻഡിൻ്റെ പേര് സജിത്ത്. എത്ര നമ്മളൊരു ദിവസം പ്രൊഡക്ഷൻ എടുക്കുക ഒരു ദിവസം ഇവിടെ? ഇത് 350 കിലോയുടെ കപ്പാസിറ്റിയുടെ മെഷീനറിയാണ്. നമ്മളൊരു ദിവസം 300 വരെ എടുക്കലുണ്ട്. എന്തൊക്കെ പ്രൊഡക്റ്റ് നമ്മളിവിടെ ചെയ്യണേ? നമ്മൾ പുട്ടുപൊടി, സ്റ്റീം പുട്ടുപൊടിയാണ്. പുട്ടുപൊടി, പിന്നെ പത്തിരിപ്പൊടി, പിന്നെ റീപാക്കിങ് പോലെ റവ, സൂചി റവ, ബെൻസ് റവ. റവ എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യും? നമ്മൾ ബൾക്കായിട്ട് എടുത്തിട്ട് റോസ്റ്ററിലിട്ടിട്ട് വറക്കും. റോസ്റ്റ് ചെയ്തിട്ടാണ് ഇത് പാക്ക് ചെയ്തിട്ട് വിടുന്നത്. മാർക്കറ്റിൽ കൂടുതലായിട്ട് എന്താ പോയിക്കൊണ്ടിരിക്കണേ? നമ്മുടെ പുട്ടുപൊടി തന്നെയാണ് പോകുന്നത്. നമ്മളിവിടെ ജോബ് വർക്ക് ചെയ്യുന്നുണ്ട്, ജോബ് വർക്ക് ചെയ്യുന്നുണ്ട്. കൂടുതൽ ഏതാ നന്നായിട്ട് വരണേ? ജോബ് വർക്ക് ആണോ പ്രൊഡക്റ്റ് ആയിട്ട് സെല് ചെയ്യേണ്ടതാണോ? നമ്മുടെ പ്രൊഡക്റ്റ് ആയിട്ട് സെയിൽ ചെയ്യുന്നതന്നെ. നമുക്ക് ഡെയിലി പ്രൊഡക്ഷൻ ഉണ്ട്, ഡെയിലി സെയിലും പോലുണ്ട്. ഇതാണ് നമ്മുടെ അരി കഴുകുന്ന മെഷീൻ. ഇതില് എത്ര കിലോ ആണ് നമ്മൾ അരി ഇട്ട് കഴുകാറ്? നമ്മൾ 50 കിലോ. അപ്പൊ അതില് പശ ശരിക്കും പോവാറുണ്ടോ? നന്നായി പോകലുണ്ട്. കൈ കൊണ്ട് കഴുകലിന് വെച്ച് ഇത് കമ്പയർ ചെയ്യുമ്പോൾ എന്തോരം മാറ്റം? നമുക്കൊരു 50 കിലോയുടെ അരി മാനുവലായിട്ട് കഴുകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് എളുപ്പത്തിൽ അത് ചെയ്യാം. ഇത് ചെയ്യുന്ന മേഡാണോ അല്ലെങ്കിൽ ഇവിടെയുള്ള സ്റ്റാഫാണോ? നമ്മളെല്ലാവരും ചെയ്യും. ഇവിടെ എല്ലാവർക്കും എല്ലാ പണി അറിയാം. നമുക്ക് അതായിട്ട് സ്റ്റീമർ ഒന്ന് തുറക്കാന്. സാധാരണ സ്റ്റീം ചെയ്യാത്ത പുട്ടുപൊടിയിൽ അത് സോഫ്റ്റ് ഉണ്ടാവില്ല. വൈകുന്നേരം ആകുമ്പത്തേനും നല്ല കട്ടയായിട്ടിരിക്കും. ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. രാവിലെ ചുട്ട് വെച്ചാൽ വൈകുന്നേരം വരെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതിലിപ്പോ എത്ര കിലോ ഇട്ടുണ്ടാവും? ഇത് 50 കിലോ. അതിലിപ്പോ ഒരു ട്രെയിൽ ഇപ്പൊ എത്ര കിലോ ഉണ്ടാവും? 5 കിലോ. ഇത് എടുക്കാറായി? നമുക്ക് എടുക്കാറായി. സ്റ്റാർട്ടിങ് ചെയ്തപ്പോൾ കറക്റ്റ് ആയിരുന്നു പുട്ടുപൊടി ഉണ്ടാക്കിയപ്പോൾ തന്നെ? നമുക്കതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അത് ആൾക്കാർ പറഞ്ഞ് നമ്മൾ അങ്ങനെ തിരുത്തിയിട്ടാണ് ഇതിപ്പം പെർഫെക്റ്റ് ആയത്. പൾവറൈസർ ആണ്. ഇതിപ്പോൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട്? ഇത് നല്ലതാണ്. ഇത് ഡബിൾ സ്റ്റേജ് പൾവറൈസർ ആണ്. ഒന്നിൽ അരി പൊടിക്കും, ഒന്നിൽ ഗോതമ്പ് അങ്ങനെ പൊടിക്കുന്നത്. ഓക്കെ. ഈ സ്റ്റീം പുട്ടുപൊടി പൊടിക്കുമ്പോൾ എന്തെങ്കിലും ജാമാവല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിനെന്തെങ്കിലും സർവീസ് വന്നിട്ടുണ്ടോ ഈ മെഷീന്? ഇല്ല, ഇതിന് സർവീസ് വന്നിട്ടില്ല. ഇതിനെങ്ങനെ സൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടോ? നമ്മുടെ പൊതുവെ ഇതിന് സൗണ്ട് കുറവാണ്. ഓക്കെ. ഇത് എത്ര HP മോട്ടർ ഇപ്പോൾ ഉപയോഗിക്കണേ? ഇത് 10 HP. 10 HP മോട്ടറാണ്. അടുത്തത് പൊടിച്ചു കഴിഞ്ഞിട്ട് ഇതിലാണ് വറുക്കാൻ ഇടുന്നത്. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ വറുക്കാറ്? ഇതിൽ ഗോതമ്പ് വറുക്കും, റവ വറുക്കും, ഓക്കെ, പിന്നെ അരി വറുക്കും. 50 കിലോയുടെ മെഷീനാണ്. പക്ഷെ നമ്മളിപ്പോൾ 50 കിലോ വറുക്കാൻ ഇടലില്ല. നമ്മൾ 40 കിലോ, അങ്ങനെ 40 കിലോ വരെ വറുക്കാൻ ഇതിലിടുക. അതിനെന്തോരം സമയം എടുക്കാറുണ്ട് ഈ 40 കിലോ വറുത്ത് വരാൻ? 40 കിലോയ്ക്ക് 3/4 മണിക്കൂർ. ഇത് ആരെങ്കിലും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടാവാറുണ്ട്? ഇല്ലില്ല. കറണ്ട് പോയിട്ട് എങ്ങനെയാന്ന് നോക്കിയിട്ടുണ്ടോ? സാധാരണ ഈ മെഷീനിൽ അടിപിടുത്തുണ്ടോ? ഇല്ല, കരിയിലില്ല. കരിഞ്ഞ് പിടിക്കലൊന്നും ഇല്ല ഈ മെഷീനിൽ. നമുക്ക് ഈ മെഷീനിൽ പൊടി ഇട്ടിട്ട് വേറെ പണിക്ക് പോകാം. നോക്കി നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇതിലെങ്ങനെ ടെമ്പറേച്ചർ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കണേ? ഇത് കുറയ്ക്കാം, കൂട്ടാം. അപ്പം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇത് അരിക്കലാണ്, ഷിഫ്റ്ററാണ്. ഇത് എത്ര നേരം എടുക്കണ്ട്? ഇപ്പോൾ ഈ പറഞ്ഞ 40 കിലോ ഒക്കെ നമുക്ക് അരിച്ചു വരാൻ? നമുക്കൊരു 5 മിനിറ്റുള്ള അരിച്ച് കിട്ടും. ഇതിനത് കഴിഞ്ഞിട്ട് ഈ കട്ട വരുന്നത്, മേലെ വരുന്ന കട്ട വരുന്നത് എന്താ ചെയ്യാം? അത് നമ്മൾ ഒന്നുകൂടെ ഇട്ട് പൊടിക്കും. നമുക്ക് നല്ല ഉപകാരം ഇത്. കാരണം കൈകൊണ്ട് മാനുവലായിട്ട് അരിക്കുമ്പം ഒരുപാട് സമയം അരിക്കേണ്ടി വരും. ഇവിടെ തണുക്കാനിടും. ഓക്കെ. ഇത് എത്ര നേരം ഏകദേശം നമ്മൾ വെക്കും തണുക്കാൻ? 20 അരമണിക്കൂർ കൊണ്ട്. അരമണിക്കൂർ വരെ തണുക്കാൻ വയ്ക്കും. തണുത്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് വരുന്നത് പാക്കിംഗ് ആണ്. ഇത് സീൽ ചെയ്യണ മെഷീനും ഈ ഒരു പാക്കിംഗ് സീലിംഗ് തമ്മിൽ എന്താ വ്യത്യാസം തോന്നിയിട്ടുള്ള ചെയ്ത് വന്നപ്പോൾ ഏതാ നല്ലത്? ഇതിലെന്താ ചെയ്ത് വരുമ്പോൾ ഉണ്ടാവണം ഈ മെഷീനിൽ? ഇത് ടെമ്പറേച്ചർ കൂടിപ്പോവും. ചില സമയം കൂടിപ്പോയിട്ട് കവർ കട്ടായി പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എൻഡ് പ്രൊഡക്ട്സ് ആണ്. സാറാസിന്റെ മെഷീൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? നമുക്ക് എല്ലാം നല്ല ഉപകാരമാണ്. അവരുടെ സർവീസ് ആണെങ്കിലും നമ്മളൊന്ന് വിളിച്ചാൽ 2 ദിവസത്തിനുള്ളിൽ എന്തായാലും അവിടെ വന്നിരിക്കും. നമുക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറഞ്ഞതാ. നമ്മള് കണ്ണൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തൃശ്ശൂരുകാരല്ലേ, ഞങ്ങൾ വിളിക്കുമ്പോൾ എപ്പോഴും ഫോൺ കിട്ടാതിരിക്കുക, ഇവിടെ പെട്ടെന്ന് വരാൻ പറ്റാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കമ്പനിയായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട അതിന്റെ അനുഭവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയോ? അപ്പോൾ എല്ലാവരും നല്ലതാ പറഞ്ഞത്. അപ്പം അങ്ങനെ നേരിട്ട് അവിടെ പോയി മിഷനറി കണ്ടു, അങ്ങനെയാണ് ഇത് സെലക്ട് ചെയ്തത്. ഈ നല്ലത് കേട്ട് വന്നിട്ട് ബുദ്ധിമുട്ടുണ്ടായ പിന്നീട്? ഇല്ല. എത്ര കാലം എടുത്ത് നമ്മൾ ഡെയിലി ഇപ്പോൾ ഒരു ഇങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ ലൈനിലേക്ക് വരാനായിട്ട്? നമ്മളൊരു 6 മാസം കൊണ്ട്. 6 മാസം കൊണ്ട്? 6 മാസം എടുത്തില്ല. നമ്മൾ ഇത് തുടങ്ങിയിട്ട് ഇപ്പം 2 കൊല്ലം കഴിയാനായി. 2 കൊല്ലം ആവാറായി. ഇതിപ്പോ എത്ര HP കറണ്ട് ഉണ്ടാവും നമുക്ക് ഇവിടെ ഏകദേശം? ഇത് 25 HP കണക്ഷൻ എടുത്ത് ഈ 2 പേരും കൊണ്ട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നിൽക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ഞാനൊരു ദിവസം ഇവിടെ ഇല്ലെങ്കിലും ഇവര് 2 പേരും മാനേജ് ചെയ്തോളൂ. 2 പേരുണ്ടെങ്കിൽ ഇവിടെ പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും. മേഡം കണ്ടതിലും പരിചയപ്പെട്ടതിലൊക്കെ ഒരുപാട് സന്തോഷം. എന്തായാലും പ്ലാന്റ് ഒക്കെ നന്നായിട്ടുണ്ട്. ഇനി ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു.